രാവിലെ അത്യാവശ്യത്തിന് എവിടേക്കെങ്കിലും പോവാൻ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് അല്ലെങ്കിൽ ഒരു എക്സാമിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസി ആയിട്ടുള്ള കാര്യത്തിന് അല്ലെങ്കിൽ ഒരു ദൂരയാത്രയ്ക്ക് പോകാൻ നിൽക്കുമ്പോഴായിരിക്കും നമുക്ക് ടോയ്ലറ്റിൽ പെട്ടെന്ന് പോകാൻ വേണ്ടി തോന്നുക. അപ്പോൾ പിന്നെയും പോകണം. ഒരു ദിവസം പോയിട്ടുണ്ടാവും, പക്ഷെ വീണ്ടും പോകണം എന്നുള്ളൊരു തോന്നലുണ്ടാവുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുന്നത്, എന്ത് അസുഖം കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ മീര, ഡോക്ടർ ബാസൽസ് ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, നടക്കാവ്. ഇപ്പോൾ മിക്കവരിലും കാണപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഒരു വട്ടം ടോയ്ലറ്റ് പോയിട്ടുണ്ടെങ്കിലും പിന്നെ മൂന്നോ നാലോ വട്ടം ടോയ്ലറ്റ് പോകണം എന്നുള്ളൊരു തോന്നൽ. അത് എന്തെങ്കിലും ഒരു ഫംഗ്ഷന് ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആങ്സൈറ്റി വരുമ്പോഴോ ഒരു എക്സാമിൻ്റെ ടെൻഷൻ വരുമ്പോഴോ അങ്ങനെയൊക്കെ പല സന്ദർഭങ്ങളിലും ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ പലവരെയും അലട്ടാറുണ്ട്. ഒരു ചെറിയ വയറുവേദന മുതൽ തുടങ്ങി കീഴ്വായു ശല്യം, അതേപോലെ തന്നെ വയറിളക്കം പോലെയുള്ള ബുദ്ധിമുട്ടുകളെ സിംറ്റംസ് ആയിട്ട് കാണാറുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, IBS എന്ന് പറയുന്നത്. അപ്പോൾ ഈ IBS എന്ന് പറയുന്ന കാരണങ്ങളെ കൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന ലക്ഷണങ്ങൾ ആളുകളിൽ കണ്ടുവരാറുള്ളത്. പല ആളുകളും ഇത് നെവർ മൈൻഡ് ആക്കി കളയാറുണ്ട്. പലരും വിചാരിക്കും ഇത് ശരീരത്തിൽ നോർമലായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്, അപ്പോൾ അതൊരു അസുഖമല്ല എന്നുള്ളത് പലരും ചിന്തിക്കാറുണ്ട്. പക്ഷേ അതൊരു അസുഖമാണ്. IBS, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സിംറ്റംസ്. ഒരു വട്ടം പോയാലും വീണ്ടും വീണ്ടും പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെൻഷനോ ആങ്സൈറ്റിയോ വരുമ്പോൾ വീണ്ടും വീണ്ടും പോകണം എന്നൊരു തോന്നൽ വരുന്നത്. ഇത് കൂടുതലായിട്ട് പുരുഷന്മാരെക്കാട്ടിലും സ്ത്രീകളിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. കാരണം എന്താ വെച്ചാൽ സ്ത്രീകൾക്ക് പൊതുവേ ടെൻഷൻ കൂടുതലാണ്. അപ്പോൾ ഈ ടെൻഷൻ കൂടുതൽ, ആങ്സൈറ്റി കൂടുതലും സ്ത്രീകൾക്ക് ഉള്ളതിനാൽ എപ്പോഴെപ്പോഴും ടോയ്ലറ്റ് പോകണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ മെയിനായിട്ടുള്ള കുറച്ച് സിംറ്റംസ് ആണ് ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റ് പോവുക, അടിവയറ്റിൻ്റെ ഉള്ളിൽ വേദന, വയറ് വീർത്ത പോലത്തെ ബുദ്ധിമുട്ട്, കീഴ്വായു ശല്യം, പിന്നെ അതേപോലെ തന്നെ ഉച്ചയ്ക്കൊന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ ടോയ്ലറ്റ് പോകണം തോന്നുക. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. അപ്പോൾ ഈ ചിലപ്പോൾ ആങ്സൈറ്റി, സ്ട്രെസ്സ്, ടെൻഷൻ കൊണ്ട് മാത്രമല്ല ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ഉണ്ടാവാറുള്ളത്. ചില ഭക്ഷണങ്ങളെ കൊണ്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. ചിലർക്ക് ചില ഭക്ഷണങ്ങൾ അലർജി ആയിട്ട് വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഷുഗർ പേഷ്യൻസിന് അവർ ധാരാളമായിട്ട് ഫൈബർ ഇൻടേക്ക് ചെയ്യുന്ന ആളുകളാണ്. അതേപോലെ ഗ്ലൂട്ടൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുന്നു. ഗ്ലൂട്ടൻ അടങ്ങിയ ഭക്ഷണങ്ങളാണ് ചപ്പാത്തി, ഓട്സ് തുടങ്ങിയ. അപ്പോൾ അത് ചിലവർക്ക് എന്താ വെച്ചാൽ വയറിന് പറ്റായ്ക വരാറുണ്ട്. ചിലവർക്ക് മസാലകൾ പറ്റില്ല, ചിലവർക്ക് ചില മീനുകൾ പറ്റില്ല. അപ്പോൾ അങ്ങനെ ചില ഭക്ഷണങ്ങൾ, അലർജിക്കായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും ചിലർക്ക് ഉടനെ തന്നെ ടോയ്ലറ്റ് പോകണം എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടാവാറുണ്ട്. IBS ഉള്ള ആളുകൾക്ക് വയറിളക്കം മാത്രമല്ല കോൺസ്റ്റിപ്പേഷനും വരാറുണ്ട്. ഇപ്പോൾ ഒരു 3-4 ദിവസം വയറിളകിപ്പോയി പിന്നീട് അങ്ങോട്ട് കോൺസ്റ്റിപ്പേഷൻ വരുന്ന, അത് മലബന്ധം ഉണ്ടാവാറുണ്ട്. പിന്നെ 3-4 ദിവസം ചിലപ്പോൾ മലം പോവാത്ത അവസ്ഥ, വയറ് വീർത്ത പോലെ, വയറ് വേദന. ഈ IBS ഉള്ള ആളുകൾക്ക് എന്നും വയറിന് പ്രശ്നമായിരിക്കും. അവർക്ക് ഒരു ദിവസം എണീക്കുമ്പോൾ തൊട്ട് ആ ദിവസം കഴിയുന്നവരെ വയറിന് ഫുള്ള് ഗ്യാസ് നിറഞ്ഞ പോലെ, വയറ് വേദന, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവരെ അലട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് ഒന്നിനോടും ഒരു ഉന്മേഷം, എന്ത് സംഭവങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചാലും അതിനോടൊരു കോൺസെൻട്രേഷൻ കിട്ടായ്മ, ഒരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ, ഇതൊക്കെ IBS പേഷ്യൻസിന് കണ്ടുവരാറുണ്ട്. ഇത് സാധാരണയായിട്ട് ഒരു 13 വയസ്സ് മുതൽ ഒരു 50 വയസ്സ് വരെ നിലനിൽക്കുന്ന ഒരു കണ്ടീഷനാണ്. ഇത് എല്ലാ കാലവും ഒരു പേഷ്യൻറ്റിനെ തുടർന്ന് മാരകമായ രോഗങ്ങളൊന്നും ഇതിനെ കൊണ്ട് ഉണ്ടാവില്ല. കാരണം ക്രോൺസ് ഡിസീസ്, അൾസറേറ്റീവ് കോളൈറ്റിസ് ഒന്നും പോലെ മാരകമായിട്ടുള്ള ഒരു അസുഖമൊന്നുമല്ല IBS എന്ന് പറയുന്നത്. ഇതൊരു 50 വയസ്സ് കഴിയുന്നതോടുകൂടി ചിലപ്പോൾ ഇതിൻ്റെ സിംറ്റംസൊക്കെ തനിയെ കുറഞ്ഞ് പഴയ രീതിയിലോട്ട് തന്നെ ആവാറുണ്ട്. 13 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ഈ IBS കണ്ടു തുടങ്ങുന്നത് ചില ലക്ഷണങ്ങൾ വെച്ചാണ്. ഇതേപോലെ തന്നെ ടെൻഷനോ കാര്യങ്ങളോ, എക്സാം ടെൻഷനൊക്കെ വരുമ്പോൾ പെട്ടെന്ന് വയറ് ഇളകി പോവുക, അല്ലെങ്കിൽ എക്സാമിന് ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ വയറിളക്കം
ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവുക, ഇതൊക്കെ കണ്ടു തുടങ്ങുകയാണെങ്കിൽ ആദ്യമേ നമുക്ക് കുട്ടികളിൽ IBS ഉണ്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. IBS ഉള്ളവർ ഏറ്റവും കൂടുതൽ അവർ കഴിക്കുന്ന ഭക്ഷണം നന്നായിട്ട് ശ്രദ്ധിക്കണം. ഉദാഹരണം, ഗ്ലൂട്ടൻ അടങ്ങിയ ഫുഡ്സ്, മൈദ പോലത്തെ ഫുഡ്സ് അല്ലെങ്കിൽ മസാലകൾ, ഏതെങ്കിലും ഫുഡുകൾ അവർക്ക് അലർജി ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഫുഡുകളുടെ ഉപയോഗം ഇല്ലാണ്ടാക്കുക. അതേപോലെ തന്നെ അവർ ഒരുപാട് വെള്ളം കുടിക്കണം, വ്യായാമം ചെയ്യണം. IBS ഉള്ള ആളുകൾ വെള്ളം കൂടിയും വ്യായാമവും നല്ലതാണ്. കാരണം ഈ വ്യായാമം ചെയ്യുന്നതിലൂടെ അവർക്ക് സ്ട്രെസ്സും ടെൻഷനും ഉണ്ടെങ്കിൽ അത് കുറഞ്ഞു കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ജ്യൂസായിട്ട് കുടിക്കുന്നതിന് പകരം ഫ്രൂട്ട്സായിട്ട് അവർ നേരിട്ട് തന്നെ കഴിക്കുക. അങ്ങനെ കഴിക്കുന്നതിലൂടെ ഈ IBS ഒരുവിധം തടയാൻ വേണ്ടി സഹായിക്കും. പിന്നെ IBS നമുക്ക് റെഡിയാക്കുന്നതിന് വേണ്ടി വീട്ടിൽ തന്നെ ആക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മളെ വീട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് കറിവേപ്പില. നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങാതെ വീട്ടിൽ തന്നെ നട്ടുപിടിപ്പിച്ച കറിവേപ്പില നമ്മൾ കുറച്ച് എടുത്തിട്ട്, ഒരു പിടി എന്തെങ്കിലും എടുത്തിട്ട് നന്നായിട്ട് അമ്മിയിൽ ചതച്ചിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ദിവസേന നമ്മൾ കറിവേപ്പില കഴിക്കുന്നതിലൂടെ നമ്മളെ കുടലിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. അതേപോലെ തന്നെ തൈര്, ദിവസവും നമ്മളെ ഭക്ഷണത്തിൽ തൈര് ഉൾപ്പെടുത്തുന്നതിലൂടെ നമ്മളെ ശരീരത്തിലെ കുടലിലെ നല്ല ബാക്ടീരിയയെ നിലനിർത്തി കുടലിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ IBS ഉള്ള ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. പിന്നെ IBS നേരത്തെ തന്നെ കണ്ടെത്തി അതിനുള്ള പ്രതിവിധികൾ എന്തൊക്കെയാണെന്ന് നോക്കുക. നമ്മളെ ഹോമിയോപ്പതിയിലും ഇതിന് ഫലപ്രദമായ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. അതായത് ഇതിൻ്റെ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് മരുന്നുകൾ തരും. അപ്പോൾ അത് ചിലപ്പം ഇത്ര മാസം കൊണ്ട് നമ്മൾ ശരിയാവുന്നല്ല. നമുക്ക് അതിന് കറക്റ്റായിട്ടുള്ള ലക്ഷണങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മളെ ഹോമിയോയിൽ തന്നെ അവൈലബിൾ ആണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ഡോക്ടർ മീര, ഡോക്ടർ ബാസിൽസ് ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, നടക്കാവ്. താങ്ക് യു.